നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ചക്ക വേവിച്ചതാണേ. അതിന് വേണ്ടിയിട്ട് ചക്കയെല്ലാം വെട്ടി വൃത്തിയാക്കി കുരുവും ചാണിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിയാം. ചക്കയെല്ലാം അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിനി കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലോട്ടും മാറ്റിയിട്ടുണ്ട്. ഇനി ഈ അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത്യാവശ്യം വലിയൊരു തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളകും, 2 തണ്ട് കറിവേപ്പിലയും, പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ഒരു സാമാന്യം വലിപ്പമുള്ള 3 കാന്താരിയും ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചതച്ചിട്ട് വരാം. നമ്മളിപ്പോൾ അരപ്പെല്ലാം ചതച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയിൽ യോജിപ്പിക്കാം. അപ്പോൾ ഒരുമിച്ച് ഇതിനകത്തിട്ട് ഇളക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് ചക്ക അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക വേറെ ഡിഷിനകത്തോട്ട് മാറ്റിയിട്ട് അരപ്പ് കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. ചക്ക കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാവേ. ചക്കയിലായിട്ട് നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ചക്കയുടെ നടുഭാഗം കണ്ട് അരപ്പിട്ട് അങ്ങനെ വേണം വേവിക്കുക. അപ്പം ഈ ഇളക്കുന്ന സമയത്ത് എല്ലായിടത്തും അരപ്പ് എത്തിയെന്ന് വരില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഉപ്പൂടെ കറക്റ്റാണോ നോക്കണം. ഇതിപ്പോൾ അരപ്പെല്ലാം ചേർത്ത് ഇളക്കി ചക്ക വെച്ചിട്ടുണ്ട്. ഉപ്പ് ഞാൻ നോക്കിയിട്ടുണ്ട്, പാകമാണ്. ഇനി നമുക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ല വേവുള്ള ചക്കയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു 200 ml ഗ്ലാസ്സിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഉപ്പെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൽ വെച്ച് വേവിച്ചെടുക്കാം. ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വേഗഭാഗം എന്ന് പറയുന്നത് ഒരു വിസിലടിച്ച് അടുത്ത വിസിൽ വരുമ്പോഴത്തേന് പ്രഷർ പോകുന്നതിന് മുമ്പേ നമ്മൾ നിർത്തണം. അതാണ്. ഇപ്പോൾ ഇത് നമ്മുടെ വിസിലെല്ലാം പ്രഷറെല്ലാം പോയി നമ്മൾ ചക്ക തുറക്കാൻ പോവുകയാണേ. നമുക്കിതൊന്ന് നോക്കാം ചക്ക വെന്തിട്ടുണ്ടോ എന്ന്. ഞങ്ങളിവിടെ തുടുപ്പെന്നാണ് ഇതിന് പറയുന്നത്. തുടുപ്പിട്ട് ഇളക്കിയപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ട്, നന്നായിട്ട് ചക്ക വെന്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇങ്ങനെ ഇളക്കുമ്പോഴത്തേന് നന്നായിട്ട് എല്ലായിടത്തും അരപ്പ് പറ്റി നല്ലതായിട്ട് കുഴഞ്ഞ് വരുവേ. ചക്ക നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഉപ്പെല്ലാം കറക്റ്റ് പാകമായിരുന്നു. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല നെയ്മത്തി വറുത്തതും നല്ല മുളകിട്ട മത്തിക്കറിയുമാണ്. നമ്മൾ മലയാളികളുടെ പ്രിയ ഒരു കോമ്പിനേഷനാണ് ചക്ക വേവിച്ചതും മത്തിക്കറിയും മത്തി വറുത്തതും. പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കായിരിക്കും ഇത് മിസ് ചെയ്യുന്നത്. കാരണം നമ്മളെപ്പോഴും കഴിക്കാൻ നാട്ടിൻ്റെ രുചിയും മണമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ ഇത് പെട്ടെന്ന് മിസ് ചെയ്യും. ഇങ്ങനെ ചക്ക വേവിച്ചതും മത്തിക്കറിയും ഒക്കെ. ഇതുണ്ട്, നല്ല മുളകിട്ട മീൻകറിയും നല്ല മത്തി വറുത്തത് എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. ഇത് ഞാൻ എൻ്റെ പ്രിയ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഞാനിങ്ങനെയുള്ള വീഡിയോകളൊക്കെയാണ് ചെയ്യുന്നത്, നാടൻ വിഭവങ്ങളൊക്കെ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ ചക്കയും മീൻകറിയും കൂട്ടി കഴിക്കട്ടെ. ബായ്.